ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പി കാണാം. അപ്പോൾ ഇന്ന് നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചുകൊണ്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടുകയില്ല. വെന്ത് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഉടച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു അപ്പച്ചെമ്പിലേക്ക് അതിന് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത്. അപ്പോൾ ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാം ഫോർക്ക് വെച്ച് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങയെ നമ്മളൊരു കടായിലേക്ക് ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാനുണ്ട്. ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതിനെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു ജാറിലേക്ക് 4 ബ്രെഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഴത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴത്തിന് ഒരു 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങയും കൂടിയാണ്. അപ്പം പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ അവരവൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ പൊടിച്ചെടുത്തതിനെ നമ്മൾ ഉടച്ച് വെച്ച പഴത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് കൊടുത്ത് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അപ്പം ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചുകൊണ്ടാണ് 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഏലക്ക മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരു 2-3 ഏലക്ക പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ കൈവച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പഴം കൂടുതലായാലും നമുക്കിത് ഉണ്ടയാക്കി എടുക്കാൻ പറ്റുകയില്ല. അപ്പം പഴത്തിനനുസരിച്ച് ബ്രെഡ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഇതിനൊരു ചെറിയ ബോളുകളാക്കി മാറ്റി. പിന്നീട് നമ്മളതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുത്ത് ഇതിനെ ഇതേ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ റോളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് നമ്മളിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പം അതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഓൾറെഡി ഇതെല്ലാം വെന്ത സാധനം ആയതുകൊണ്ട് നമ്മൾക്ക് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ അപ്പുറം ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ചെറുതായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ നമ്മളതിനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ട്രിപ്പ് ഞാൻ ഇതുപോലെ വാങ്ങി, രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം വളരെയധികം ടേസ്റ്റിയുള്ളൊരു സാധനമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ.